കോച്ചിങ് സെന്ററിന്റെ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഈ ഇംപ്രൂവ്മെന്റ് ക്ലാസ് എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്തുകൊള്ളാം. അറ്റൻഡ് ചെയ്യുന്നവരും മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവരണം. കാര്യം എന്ന് പറഞ്ഞാൽ 2-3 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. ഓക്കെ, ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് കുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പേന, പേപ്പർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വേണം ഇരിക്കാനുള്ളത്. പറയുന്ന കാര്യങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നമ്മൾ ആദ്യം എക്കണോമിക്സ് കാര്യങ്ങൾ പറഞ്ഞുതരാം. എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്, അങ്ങനെ 2 പുസ്തകങ്ങളാണല്ലോ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഇയറിൽ പരീക്ഷയൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ? ഫസ്റ്റ് ഇയറിന്റെ പരീക്ഷയൊക്കെ എല്ലാം എളുപ്പമായിരുന്നോ? ഓക്കെ, അപ്പൊ ഇതില് ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് അറിയാലോ. ഒന്നാമത്തെ ചാപ്റ്റർ എന്തിനാണ്? ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ സമ്പത്ത്, സ്വാതന്ത്ര്യ ലബ്ധിക്കാലത്ത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ, അതാണ് ചാപ്റ്റർ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയാസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ നമ്പർ 1, ചാപ്റ്റർ 1, ചാപ്റ്റർ 1 എന്ന് എഴുതിയിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. ഒന്നാമത്തെ ചാപ്റ്ററിൽ ടിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബ്രിട്ടീഷേഴ്സ്, ബ്രിട്ടീഷുകാരുടെ 2 ഒബ്ജക്റ്റീവുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ബ്രിട്ടീഷുകാരുടെ 2 ലക്ഷ്യങ്ങൾ, ടിൻ ഒബ്ജക്റ്റീവ്സ്. ബ്രിട്ടീഷുകാരുടെ 2 പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാം, ഏതൊക്കെയാണെന്ന് അറിയാലോ. എന്താണ്? അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുക, അതിനെ ബ്രിട്ടനിൽ കൊണ്ടുപോയി ഉൽപ്പന്നങ്ങളാക്കി തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുക. ഈ 2 ഒബ്ജക്റ്റീവ്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. 1-2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ. ഓക്കെ, രണ്ടാമത് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ഭാഗമുണ്ട്. അഗ്രികൾച്ചർ, കൃഷി, കാർഷികം. ആ അഗ്രികൾച്ചറിലെ സ്റ്റാഗ്നേഷൻ പഠിച്ചോളാം. സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ സ്റ്റാഗ്നേഷൻ എന്തെല്ലാം, തകർച്ചകൾ എന്തെല്ലാം, അതൊരു 3-4 പോയിന്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ചൂഷണപരമായിട്ടുള്ള ഭൂനികുതി സമ്പ്രദായം, വളങ്ങൾ ഉപയോഗിച്ചതിലുള്ള കുറവ്, ജലസേചന സൗകര്യത്തിന്റെ അഭാവം, പിന്നെ അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ യൂസ് ചെയ്തതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പിന്നെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ഏതാണ്? ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ സ്റ്റാഗ്നേഷനുള്ള കാരണങ്ങൾ എന്തെല്ലാം, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ സ്റ്റാഗ്നേഷനുള്ള കാരണങ്ങൾ എന്തെല്ലാം. പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അവിടെ നിന്ന് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്താണ്, അല്ലെങ്കിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണ്. അതായത് ദ ലാർജ് ഇന്ത്യൻ ഫാർമേഴ്സ് ടേൺ ഫുഡ് ക്രോപ്പ് ഇൻടു ക്യാഷ് ക്രോപ്പ്. വലിയൊരു വിഭാഗം ഇന്ത്യൻ കർഷകർ ഫുഡ് ക്രോപ്പിൽ നിന്ന് ക്യാഷ് ക്രോപ്പിലേക്ക് മാറി. ഇതിനെ പറയുന്ന പേരാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ടിൻ ഒബ്ജക്റ്റീവ്സും റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, അതാണ് അതിനകത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ അടുത്ത ഒരു ഏരിയയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. 3ാമത്തെ ഏരിയ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1907 ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഒരു ലാൻഡ് മാർക്കിംഗ് ആയ ഒരു സംഭവമുണ്ട്. ടിസ്കോ എന്നറിയപ്പെടുന്ന ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്തു. ടിസ്കോ എന്ന് പറഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ആ വ്യവസായം ഇന്ത്യയിൽ സ്ഥാപിതമായത് 1907. അത് സ്ഥാപിതമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ജംഷഡ്ജി ടാറ്റയാണ്. ജംഷഡ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ആ വ്യവസായം സ്ഥാപിതമായത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഡസ്ട്രിയിൽ ആ കാര്യമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ, ഫോറിൻ ട്രേഡ് വലുതായിട്ട് പഠിക്കണമെന്നില്ല. ഫോറിൻ ട്രേഡ് പഠിക്കണമെങ്കിലും നിങ്ങൾ അതിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇന്ത്യൻ ഫോറിൻ ട്രേഡിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാം, സാലിയന്റ് ഫീച്ചറുകൾ എന്തെല്ലാം. അതിൽ എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായി. ആ ഉണ്ടായ എക്സ്പോർട്ട് സർപ്ലസ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നില്ല. ഈ 2ആണ് അതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്. ഇത് 2-3 തവണ ആവർത്തിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ്.
ഡെമോഗ്രാഫിക് കണ്ടീഷൻസിൽ എന്തൊക്കെയാണ് അത് ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ലിറ്ററസി ലെവൽ, ഫീമെയിൽ ലിറ്ററസി, ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഏതാണ്? ലിറ്ററസി ലെവൽ കുറവായിരുന്നു, ഫീമെയിൽ ലിറ്ററസി കുറവായിരുന്നു, പിന്നെ ലൈഫ് എക്സ്പെക്ടൻസി കുറവായിരുന്നു, 32 വയസ്സ് വരെ ആയിരുന്നുള്ളൂ. ലൈഫ് എക്സ്പെക്ടൻസി കുറവായിരുന്നു എന്ന് മാത്രം പറഞ്ഞാലും മതി, അല്ലെങ്കിൽ 32 ഇയേഴ്സ് ആ കറക്റ്റ് ഇയർ അറിഞ്ഞുകൊണ്ടെങ്കിൽ അത് എഴുതി തെറ്റിക്കരുത്. 32 ഇയേഴ്സ് ആണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. പിന്നെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, അതിൻ്റെ അഭാവം കൊണ്ട് ഒരുപാട് പകർച്ചവ്യാധികളും മറ്റുമൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഡെമോഗ്രാഫിക് കണ്ടീഷനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡെമോഗ്രാഫിക് കണ്ടീഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ഇതാണ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. അതാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ അതിനകത്ത് നിങ്ങൾക്കുള്ളൊരു 5ാമത്തെ ഏരിയ ആണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറയും. ഒക്കുപേഷണൽ സ്ട്രക്ചർ. ഒക്കുപേഷണൽ സ്ട്രക്ചർ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറയും. ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതായത് വ്യത്യസ്ത വിഭാഗം ജനങ്ങൾ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് അമംഗ് ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. വ്യത്യസ്ത വിഭാഗം ജനങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ പണിയെടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു മാർക്കിന് ഇത് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്ന ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഹു വർക്ക് അമംഗ് ദ ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. അതിൻ്റെ ആ പദത്തിൻ്റെ പേരെന്തിനാണെന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ച് അതിനെ 3ആയിട്ട് തിരിക്കും: പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി സെക്ടറിൽ 70 to 75% ഓഫ് ദ പീപ്പിൾ ആണ് വർക്ക് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, 70 മുതൽ 75% ജനങ്ങൾ വരെ. സെക്കൻഡറി സെക്ടറിൽ 10%. സെക്കൻഡറി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ്, വ്യവസായ യൂണിറ്റ്. അതിൽ 10% ആൾക്കാർ മാത്രമാണ് പണിയെടുക്കുന്നത്. ഇനി ടെറിഷറി സെക്ടറിലാണെങ്കിൽ 10 to 15%, 10 മുതൽ 15% ആൾക്കാർ വരെ ഏത് മേഖലയിൽ പണിയെടുത്തിരുന്നു? സർവീസ് സെക്ടറിൽ പണിയെടുത്തു. അപ്പോൾ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്തിനാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് വർക്ക് അമംഗ് ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ഓക്കെ, അതിൽ ഒക്കുപേഷണൽ സ്ട്രക്ചർ അതിൻ്റെ പാറ്റേൺസ് പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാണെന്നുള്ളത്. അത് 3 ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറിയിൽ 70 മുതൽ 75% വരെ, സെക്കൻഡറിയിൽ 10, ടെറിഷറിയിൽ എന്ന് പറയുമ്പോൾ 15-20%. 15-20 പറഞ്ഞാലും 10-15 പറഞ്ഞാലും രണ്ടും കറക്റ്റ് ചെയ്യണം. അത് ഇടയിലുള്ള ആൾക്കാരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒക്കുപേഷണൽ സ്ട്രക്ചർ അങ്ങനെയാണ്. ഭാഗമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്തിനാണ്? എന്താ മലയാളം? അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. മലയാളത്തിൽ നമ്മൾ അതിന്റെ ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയും. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും റെയിൽവേ, പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ്, പിന്നെ ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു റെയിൽവേ. റെയിൽവേ കൊണ്ടുവന്ന വർഷം ചോദിക്കും. ഒരു മാർക്കിന് ചോദിക്കുന്നുണ്ട്. 1853 ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത്. 1853 ഇന്ത്യയിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡൽഹൌസി എന്ന് പറയുന്ന ഒരു പ്രഭു ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ റെയിൽവേക്ക് സിസ്റ്റം കൊണ്ടുവരുന്നത്. പിന്നെ ഈ റെയിൽവേയുടെ ബെനിഫിറ്റ് അങ്ങനെ ചോദിച്ചിട്ടില്ല. അഥവാ ചോദിക്കുന്നെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ ഇതാണ്: റെയിൽവേ കണക്റ്റഡ് പ്രൊഡക്ഷൻ, അതായത് ദ പീപ്പിൾ ക്യാൻ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ദ പീപ്പിൾ ക്യാൻ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. ജനങ്ങൾക്ക് ഒരുപാട് വിദൂര യാത്രകളൊക്കെ റെയിൽവേ കൊണ്ട് സാധ്യമായി. പിന്നെ പ്രൊഡക്ഷൻ സെന്റേഴ്സുകളെ മാർക്കറ്റിംഗ് സെന്ററുകളുമായിട്ട് ബന്ധപ്പെടുത്തി. പിന്നെന്തിനാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് റെയിൽവേ ഒരു കാരണമായി മാറി. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റെയിൽവേയുടെ നേട്ടങ്ങളായിട്ട് പറയുന്നത്. ആ 3 പോയിന്റ് നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചോളണം. ഒന്ന്, അതിനാണ് ദ പീപ്പിൾ ക്യാൻ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്, ജനങ്ങൾക്ക് വിദൂര യാത്രകളൊക്കെ സാധ്യമായി. പിന്നെന്തിനാണ്
ഈ റെയിൽവേ കണക്ട് ദ പ്രൊഡക്ഷൻ സെന്റേഴ്സ് ഇൻ ടു മാർക്കറ്റിംഗ് സെന്റർ, ഉൽപാദന കേന്ദ്രങ്ങളെ വിപണന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ കൃഷി മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉൽപാദനം നടക്കുന്നത് ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലായിരിക്കും. അപ്പൊ അവിടെയൊക്കെ റെയിൽവേ കൊണ്ടുവന്നിട്ട് ആ സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉൽപാദന മേഖലകളെ മാർക്കറ്റിംഗ് സെന്ററുകളുമായിട്ട് ബന്ധപ്പെടുത്തി എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി എന്ത് ചെയ്തു, ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണമൊക്കെ റെയിൽവേ കൊണ്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഏതാണ്? ബ്രിട്ടീഷുകാരുടെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉറപ്പായിട്ട് ചോദിക്കും. ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ സ്റ്റാഗ്നേഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇൻഡസ്ട്രി എന്താണ്? ഇൻഡസ്ട്രിയിൽ 1907 സംഭവം പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ഡെമോഗ്രാഫിക് കണ്ടീഷനിലെ പ്രധാനപ്പെട്ട കണ്ടീഷൻസിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻസിൽ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അടുത്ത ഓക്കുപേഷൻ സ്ട്രക്ചർ, ആ ടേം എന്തിനാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ആ ഓക്കുപേഷൻ സ്ട്രക്ചറിന്റെ പാറ്റേൺസ് അപൂർവമായിട്ടാണ് ചോദിക്കുന്നത്, എന്നാലും അങ്ങനെ കളയാൻ പറ്റത്തില്ല. സ്ട്രക്ചർ പാറ്റേൺസ് നല്ലപോലെ ശ്രദ്ധിച്ച് വെച്ചാൽ മതി. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറി 70 to 75%, 70 മുതൽ 75% ജനങ്ങൾ വരെ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്ത്യ ഒരു പ്രിഡോമിനന്റ് അഗ്രേറിയൻ എക്കോണമി, ഇന്ത്യ ഒരു അഗ്രേറിയൻ സമ്പദ് വ്യവസ്ഥയാണ് എന്ന് നമ്മൾ പറഞ്ഞതിന്റെ തെളിവാണ് 70 to 75% ഓഫ് ദ പീപ്പിൾസ് വർക്ക് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, അടുത്തത് 10%, മാനുഫാക്ചറിംഗ് സെക്ടറിൽ 10% ആണ്. ബാക്കി 15 മുതൽ 20 അല്ലെങ്കിൽ 10 മുതൽ 15 വരെ, അത് ഏത് പറഞ്ഞാലും കറക്റ്റ് ചെയ്യണം. അത്രയും ജനങ്ങളാണ് ടെർഷ്യറി സെക്ടറിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന 1853, ആ വർഷം വളരെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക് ഫെസിലിറ്റീസ് എന്നാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ. എല്ലാ രാജ്യത്തിനും ബേസിക് ഫെസിലിറ്റീസ് ഉണ്ട്, ഇല്ലാതെ ഒരു രാജ്യത്തിന് ഡെവലപ്മെന്റ് നടത്താൻ പറ്റത്തില്ല. പിന്നെ അതിൽ റെയിൽവേയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നന്നായിട്ട് പഠിച്ചോളൂ. ഇത്ര കാര്യങ്ങളെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചാപ്റ്റർ 2 രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമി 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ്. ഇന്ത്യൻ എക്കോണമി 1950 to 1990, 1950 മുതൽ 90 വരെയുള്ള നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അപ്പൊ 1950 ജനുവരി 26 നമുക്ക് ഇന്ത്യ റിപ്പബ്ലിക്കായി. 47 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. 1950 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ എന്തായി? റിപ്പബ്ലിക്കായി. അപ്പൊ റിപ്പബ്ലിക് ആയപ്പോഴത്തേക്ക് എല്ലാവരും ചേർന്ന് ഇന്ത്യ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നോക്കിയപ്പോഴത്തേക്ക് കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഭരിച്ച് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കംപ്ലീറ്റ് എന്താക്കിയിരിക്കണം, കുളമാക്കി വെച്ചേക്കും. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഉണർത്തണ്ടേ? ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും പ്ലാനിംഗ് എന്നറിയപ്പെടുന്ന ഒരു വ്യവസ്ഥ നമ്മൾ കടമെടുത്തു. പ്ലാനിംഗ്, പഞ്ചവത്സര പദ്ധതികളെന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. അപ്പൊ ആ പ്ലാനിംഗ് കടമെടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തത്. ഇപ്പൊ ലോകത്ത് നിലവിലിരിക്കുന്ന 3 പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിൽ ഒന്നാമത്തെ ക്യാപിറ്റലിസം, കേട്ടിട്ടുണ്ടല്ലോ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. രണ്ടാമത്തെ സോഷ്യലിസം. മൂന്നാമത്തത് മിക്സഡ് എക്കോണമി. ഉൽപാദനോപാധികൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേര് ക്യാപിറ്റലിസം. ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത് സോഷ്യലിസം. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് മിക്സഡ് എക്കോണമി. ഇതിന് പ്രധാനമായിട്ടും അമേരിക്ക, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. സോഷ്യലിസം നമ്മുടെ ചൈന, അയൽ രാജ്യമായിട്ടുള്ള ചൈന തന്നെയാണ്. ചൈന, ക്യൂബ അതുപോലുള്ള രാജ്യങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഏതാണ്? ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മിക്സഡ് എക്കോണമിക്ക് ഉദാഹരണം. അപ്പൊ ഈ 3 പേരും പഠിച്ചോളാം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളതാണ് ഗോൾസ് ഓഫ് ഇന്ത്യസ് 5-year പ്ലാൻ. രണ്ടാമത്തെ, ഇത് നമ്പർ 1. രണ്ടാമത്തെ, ഗോൾസ് ഓഫ് ഇന്ത്യസ് 5-year പ്ലാൻ. ഇന്ത്യയിൽ പ്ലാനിംഗ് കൊണ്ടുവരുന്നത് 1951 അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. 51, 56, 56, 61, 61, 66, 69 ആ കണക്കിനാണ് പോകുന്നത്. 69, 77, 77, 79, 80 റോളിംഗ് പ്ലാൻ, 80, 85, 85, 90, 90 വരെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അതിനിടയിൽ പ്ലാനിങ്ങിന് 2 ബ്രേക്ക് വന്നിട്ടുണ്ട്. 66, 69 ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
66-69 ആനുവൽ പ്ലാൻ എന്ന് പറയും. അത് കഴിഞ്ഞ് 79-80 റോളിംഗ് പ്ലാൻ എന്ന് പറയും. ജനതാ ഗവൺമെന്റ് കൊണ്ടുവന്ന റോളിംഗ് പ്ലാൻ. അപ്പൊ 90 വരെ ആയപ്പോഴത്തേക്കും നമുക്ക് 90 വരെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗോൾസ് ഓഫ് ഇന്ത്യസ് 5-year പ്ലാൻ. ഇപ്പൊ ആ 5-year പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷനാണ്. ആ പ്ലാനിംഗ് കമ്മീഷന്റെ പേരൊക്കെ ഇപ്പൊ മാറ്റിയിട്ടുണ്ടല്ലോ. പ്ലാനിംഗ് കമ്മീഷന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നോക്കി വെച്ചോളണം, ഒരു മാർക്കിനൊക്കെ നോക്കി വെച്ചോളണം. പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു പേര്, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്നായിരുന്നു അതിന്റെ പേര്. ഇപ്പൊ അതിന്റെ പേര് നീതി ആയോഗ് എന്നാണ്. നീതി ആയോഗ് 2015-ലാണ് ആ പേര് മാറ്റുന്നത്. നീതി ആയോഗ്. നീതി എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഒന്നാം പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. നീതി ആയോഗ് ആക്കിയപ്പോൾ 2015 ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? BJP ആണ്. BJPയുടെ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ നീതി ആയോഗിന്റെ ഒന്നാമത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാന്റെ പോസ്റ്റ് പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഗോൾസ് ഓഫ് ഇന്ത്യസ് 5-year പ്ലാൻ നന്നായിട്ട് പഠിച്ചോണം. ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 4 ഉണ്ട്. ഈ 4 പേരല്ല പഠിക്കേണ്ടത്, അതിന്റെ വിശദീകരണമാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തേനെ പറയുന്ന പേര് എക്കണോമിക് ഗ്രോത്ത്. രണ്ടാമത്തെ മോഡേണൈസേഷൻ. സെൽഫ് റിലയൻസ്. അടുത്ത സെൽഫ് റിലയൻസ് ഇക്വിറ്റി. ഈ 4 കാര്യങ്ങളാണ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തേതാണ് എക്കണോമിക് ഗ്രോത്ത്. ഇത് പേര് മാത്രം പഠിക്കലല്ല, ആ പോയിന്റ് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനും കൂടെ പഠിച്ചോളൂ. സാമ്പത്തിക വളർച്ച ഉണ്ടാകും. സാമ്പത്തിക വളർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിലെ 3 മേഖലകൾ കൂടി ഡെവലപ്പ് ചെയ്യണം. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഈ 3 മേഖലകളിൽ നിന്നും വരുന്ന വരുമാനത്തെയാണ് നമ്മൾ രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നത്. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. പിടിയാണ്. ഈ 3 മേഖലകളിൽ നിന്നും രാജ്യത്തിന് വരുന്ന വരുമാനങ്ങളെ നമ്മൾ പറയുന്നതാണ് സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് GDP എന്ന് പറയും. അപ്പൊ രാജ്യത്തിന്റെ സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് GDP ഡെവലപ്പ് ചെയ്താൽ മാത്രമേ രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ആ പോയിന്റ് ഇവിടെ പറയണം. അടുത്ത ഏതാണ്? മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അതുവഴി രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുക. എല്ലാ കാര്യങ്ങളും, അതായത് വികസനത്തിന്റെ ഒരു കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. എന്ന് പറയുന്ന പേരാണ് സെൽഫ് റിലയൻസ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യമായ അധികാരം കിട്ടുന്നു. അതിന്റെ പേരാണ് ഇക്വിറ്റി. അപ്പൊ ഈ 4 പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 4 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക. എല്ലാ പോയിന്റ് എഴുതി വെച്ചതുകൊണ്ട് അവിടെ മാർക്ക് കിട്ടണമെന്നില്ല, ഇമ്പ്രൂവ്മെന്റ് ആവുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അവിടെ പഠിക്കാനുള്ളതാണ് ഗ്രീൻ റെവല്യൂഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവം അറിയാലോ. ഡോക്ടർ M.S. സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച കാർഷിക രംഗത്തുണ്ടായ വിപ്ലവത്തെ പറയുന്ന പേരാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രീൻ റെവല്യൂഷന്റെ ഒറിജിനലി സ്റ്റാർട്ട് ചെയ്തത് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് നോർമൻ ബോർലോഗ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലാണ് ഈ സാധനം ചെയ്യുന്നത്. ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ഡോക്ടർ M.S. സ്വാമിനാഥൻ. പഞ്ചാബിലെ നെൽപ്പാടങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് പരീക്ഷിച്ച് നോക്കിയത്. കല്യാൺ സോണ, സൊനാലിക, ടീൻഡുഡി, പന്നിയൂർ 1 തുടങ്ങിയ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സുകൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളൊക്കെയാണ് ഈ ഗ്രീൻ റെവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻസ് ചോദിക്കുമ്പോൾ ഈ HOLD സീഡ്സിന്റെ കേസുകൾ നിങ്ങൾക്കുള്ള ഗ്രീൻ റെവല്യൂഷൻ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ മെറിറ്റ്, ഡിമെറിറ്റ് ഒക്കെ പരീക്ഷയ്ക്ക് പഠിച്ചോണം. മെറിറ്റ്, ഡിമെറിറ്റ്. ഓക്കെ, ആദ്യത്തെ 2 ഘട്ടങ്ങളുണ്ട്. 2 ഘട്ടങ്ങളിൽ ഇതിനെ വീറ്റ് റെവല്യൂഷൻ എന്നും ഫസ്റ്റ് ഫേസിനെ നമ്മൾ വീറ്റ് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. കാര്യം വീറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായത്. ഇന്ത്യയിൽ വീറ്റ് ഏറ്റവും കൂടുതലൊക്കെ ഉത്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. പിന്നെ സബ്സിഡീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. സബ്സിഡീസ്
സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ കൃഷിക്കും മറ്റുമൊക്കെ നമ്മൾ സർക്കാർ ചെയ്യുന്ന ചില ആനുകൂല്യങ്ങളാണ് സബ്സിഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സബ്സിഡീസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് സബ്സിഡീസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ച ആൾക്കാരുണ്ട്. സബ്സിഡീസിന്റെ ഫേവറബിൾ ആർഗ്യുമെന്റ്സുകളും അൺഫേവറബിൾ ആർഗ്യുമെന്റ്സുകളും ഒക്കെ ഉണ്ട് സബ്സിഡീസിന്റെ. അതും പഠിച്ചോളാം. സബ്സിഡിയുടെ ഫേവറബിൾ ആർഗ്യുമെന്റ് എന്താണ് എന്ന് പറഞ്ഞാൽ സബ്സിഡി കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, അതാണ് ഫേവറബിൾ ആർഗ്യുമെന്റ് എന്നായിട്ട് പറയുന്നത്. ഇനി ആ സബ്സിഡി കൊടുക്കുന്നതിന്റെ പേരിൽ സബ്സിഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതാണ് അൺഫേവറബിൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിച്ചോളാം. സബ്സിഡീസിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് ഇത്ര കാര്യങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ഏതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സമയത്തിനൊക്കെ ഈ ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചാപ്റ്റർ ഇവിടെ പറയണം. ചാപ്റ്റർ 3 ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രം കൊണ്ട് ഇരിക്കരുത്. പരീക്ഷയ്ക്ക് 70 മാർക്കും 80 മാർക്കും ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അതേ കാര്യമായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവൂ. പരീക്ഷകളൊക്കെ അതിന്റെ റെഗുലറായിട്ട് മുടക്കങ്ങളൊന്നും ഇല്ലാതെയൊക്കെ നടക്കും. ഈ പറയുന്ന അസുഖങ്ങളൊക്കെ പിന്നീട് മാറും. പിന്നെ നമ്മൾ മേടിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റേ അഡ്മിഷൻ കിട്ടും. ആ യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. സാഹചര്യം ഇതായതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തുടർന്നുള്ള കോഴ്സിന് പഠിക്കാൻ പറ്റാതെ വരും. സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് അത് ചിന്തിക്കണ്ട. ഡിസംബറൊക്കെ ആവുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിസംബറൊക്കെ ആവുമ്പോഴത്തേക്ക് ഏകദേശം ഒരുപാട് നാൾ പിടിക്കും. എന്തായാലും ഈ അക്കാഡമിക് ഇയർ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമേ നമുക്ക് ഉപയോഗം ചെയ്യൂ. അതുകൊണ്ട് കാര്യമായ രീതിയിൽ പഠിച്ചുകൊള്ളുക. ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയിരിക്കണം പരീക്ഷയ്ക്ക്. ഓക്കെ, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷനെ ബാധിക്കുന്നുണ്ട്. ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്റർ കൂടി എന്തിനാണെന്നുള്ളതൊന്ന് പറയാം. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് 1990 ശേഷം നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പോളിസിയാണ്. ആ പോളിസിയുടെ പേരാണ് LPG എന്ന് പറയും. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. കേട്ടിട്ടുണ്ടാവും. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോ 1992 ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവും അദ്ദേഹത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്, അങ്ങനെ ഈ രണ്ടുപേരും കൂടെ ചേർന്ന് നടപ്പിലാക്കിയ ഒരു നയമാണ്, ഒരു പുതിയ നയമാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. 1950 മുതൽ 60 വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 90 വരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് എല്ലാ മേഖലകളിലും ഇടപെടുന്ന ആ ഒരു പ്രവണത കുറച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റൈസേഷൻ ചെയ്യുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി അവർക്ക് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൂടി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു മാറ്റം നടത്തി 1991-92 കാലഘട്ടങ്ങളിൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. അപ്പൊ ഇതിൽ എപ്പോഴും ലിബറലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിബറലൈസേഷനിൽ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസും ചോദിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസും ചോദിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്. ഈ റീഫോംസിനകത്ത് വരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കുക. ഏതാണ്? ലിബറലൈസേഷന്റെ റീഫോംസിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചോളുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസും ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസുമാണ്. പിന്നെ ഒരു പരീക്ഷയ്ക്ക് ടാക്സ് സെക്ടർ റീഫോംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ടാക്സ് സെക്ടർ റീഫോംസ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ചോദിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ളത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചത്. അതിൽ കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ, ടാക്സ് സെക്ടർ റീഫോംസിനായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. അടുത്തത് ഈ പ്രൈവറ്റൈസേഷന്റെ മീനിങ് മാത്രം പഠിക്കുക. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളെ ഈ സ്വകാര്യ മേഖലയിൽ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? സ്വകാര്യ മേഖലകൾക്ക് കൈമാറും. അങ്ങനെ വിറ്റ് എടുക്കലാണ് അതിന് നമ്മൾ പറയുന്നത്. ഓഹരികൾ വിറ്റെടുക്കുക എന്നാണ് പറയുന്നത്. ആ പദത്തിന് നമ്മളൊരു പേര് പറയാം. അതിന്റെ പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്.
നിർനിക്ഷേപങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് മലയാളത്തിൽ പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പദം നന്നായിട്ട് പഠിച്ചെടുക്കുക. സെല്ലിംഗ് പബ്ലിക് സെക്യൂരിറ്റീസ് ടു പ്രൈവറ്റ്. പബ്ലിക് സെക്യൂരിറ്റികളെ പ്രൈവറ്റിലേക്ക് സെല്ല് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ അറിയിക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്രൈവറ്റൈസേഷൻ ആ ഒരു ഏരിയ കൂടുതൽ പഠിച്ചെടുക്കണം. ഇനി ഗ്ലോബലൈസേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗ്ലോബലൈസേഷന്റെ മീനിങ് മാത്രം അവിടെ പഠിക്കുക. ഇന്റഗ്രേഷൻ ഓഫ് വേൾഡ് എക്കോണമി ഇൻടു വൺ എക്കോണമി. അങ്ങനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമന്വയിപ്പിക്കുക, ലോകം മൊത്തം ഒറ്റ സമ്പദ് വ്യവസ്ഥയായിട്ട് നമ്മൾ അംഗീകരിക്കുക. അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് WTO. കേട്ടിട്ടുണ്ടാവും, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 1995 സ്ഥാപിച്ച WTO. ഇതിന്റെ ആദ്യത്തെ പേര് GATT എന്നായിരുന്നു. അത് ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. 1948 ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് 1995 WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UNO. അതിന്റെ കീഴിൽ വരുന്ന ഒരു സംഘടനയാണ് WTO. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിനെ, അതായത് രാജ്യങ്ങളുടെ എല്ലാത്തിന്റെയും ട്രേഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിലാറ്ററൽ ട്രേഡിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ WTO ഇതുപോലുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇത്രയാണ് ചാപ്റ്റർ 3 നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചാപ്റ്റർ 3 ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് നന്നായിട്ട് പഠിക്കുക. ലിബറലൈസേഷനിൽ ഇൻഡസ്ട്രി, ഫിനാൻസ് സെക്ടർ, ടാക്സ് സെക്ടർ റീഫോംസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നതോടൊപ്പം അതിനകത്ത് വരുന്ന ബാക്കി 2 കാര്യങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസും പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റീഫോംസ്, അങ്ങനെയുള്ള വേറെ 2-3 കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അതും കൂടി പഠിച്ചു കൊടുക്കുക. പിന്നെ പ്രൈവറ്റൈസേഷന്റെ മീനിങ് എന്താണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ് അതിന്റെ മീനിങ് അത് പഠിക്കുക. പിന്നെ WTOയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചാപ്റ്റർ 3 അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. 4ാമത്തെ ചാപ്റ്റർ കൂടി പറയട്ടാ. 4ാമത്തെ ചാപ്റ്റർ കൂടെ പറയാം. 4ാമത്തെ ചാപ്റ്റർ നമ്പർ 4, പോവർട്ടി എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ നമ്പർ 4, പോവർട്ടി. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയസിൽ ഒന്ന് കാറ്റഗറീസ് ഓഫ് പോവർട്ടി ഏതാണെന്ന് ചോദിക്കും. കുറെ ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇങ്ങനെ കുറെ ഡയഗ്രാംസിൽ കാണിച്ചിട്ട് അതിൽ കുറെ മാർക്കിംഗ് ഉണ്ടായിട്ട് ഇപ്പോ ഇമാജിനറി ലൈൻ, പോവർട്ടിയുടെ ഇമാജിനറി ലൈൻ നിങ്ങളെ കാണിച്ചിട്ട് അതിൽ കാറ്റഗറീസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിലേക്ക് മുകളിൽ താഴെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമല്ലോ. ഇവിടെ റേഷൻ കാർഡ് കാർഡിലൂടെ റേഷൻ കാർഡിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കാർഡ് ഏതാണ്? വൈറ്റ്. അതിന്റെ താഴെ ഏതാണ്? ബ്ലൂ. അതിന്റെ താഴെ അപ്പൊ ഈ ബ്ലൂ വൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? BPL കാർഡുകളാണ്, APL കാർഡുകളാണ്. എബോ പോവർട്ടിയിലല്ല. ബാക്കി BPL പറഞ്ഞ ഏതൊക്കെ കാർഡുകളാണ്? അതിൽ പറഞ്ഞ ആദ്യത്തെ കാർഡ് പിങ്ക് കളർ കാർഡ് അല്ലേ. പിന്നെ ലാസ്റ്റ് യെല്ലോ എന്ന് പറഞ്ഞാൽ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരമാണ് അവരെ ഈ കാർഡാക്കി മാറ്റിയിരിക്കുന്നത്. ദരിദ്രന്മാരും ദരിദ്രം, അതാണ് യെല്ലോ കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ BPLന്റെ ആനുകൂല്യങ്ങൾ ഈ 2 കാർഡുകൾക്കാണ് കിട്ടുന്നത്. APLന്റെ ആനുകൂല്യങ്ങൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഇവരെ BPL APL എന്ന് തിരിക്കുന്ന ഈ ഇമാജിനറി ലൈനിനെ പറയുന്ന പേരാണ് ദാരിദ്ര്യ രേഖ അഥവാ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിനാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ അതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളത് പോവർട്ടിയുടെ റീസൺസുകൾ എന്തൊക്കെയാണ്. അതെല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിൽ മോശമായ അവസ്ഥ, ഇൻഡസ്ട്രിയിൽ മോശമായ അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പോവർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. പിന്നെ പോവർട്ടിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചോദിക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങനെ നമ്മൾ നടത്തും എന്നുള്ളത്. പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം. അപ്പൊ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാമിനകത്ത് ഗവൺമെന്റ് അപ്രോച്ചുകൾ ചോദിക്കുന്നു. അതായത് 3 ഡയമെൻഷണൽ അപ്രോച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 3 ഡയമെൻഷണൽ അപ്രോച്ച്. പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 3 ഡയമെൻഷണൽ അപ്രോച്ചസുകൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ പുസ്തകം നോക്കിയാൽ മതി. ഗ്രോത്ത് ഓറിയന്റഡ് പ്രോഗ്രാം, ക്രിയേഷൻ ഓഫ് അസറ്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് 3 പോയിന്റുകൾ അതിനകത്ത് പറയും. ആ 3 പോയിന്റുകളായിട്ട് പഠിച്ചോന്നു. മനസ്സിലായോ?
അപ്പൊ അല്ലാതെ ഈ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ അലിവേഷൻ പ്രോഗ്രാംസുകൾ മാത്രം അങ്ങ് എഴുതി വെക്കരുത്. അതിൽ 3 ഡയമെൻഷണൽ അപ്രോച്ചസുകൾ ചോദിക്കും. ആ അപ്രോച്ചസ് എന്ന് പറയുന്നത് ഗവൺമെന്റൽ അപ്രോച്ചസുകളാണ്. മനസ്സിലായോ? ആ 3 മാത്രം എടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ 3 ഡയമെൻഷണൽ അപ്രോച്ചസ് ഓഫ് പോവർട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലിവേഷൻ പ്രോഗ്രാം പറയാം. ഏതൊക്കെയാണ്? വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. അതിലൊക്കെയാണ് ഈ തൊഴിലുറപ്പൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന അതിനകത്താണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികള്, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, നെഹ്റു റോസ്ഗാർ യോജന, അന്ത്യോദയ അന്ന യോജന, പിന്നെ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പൊ അതുപോലുള്ള കുറെ പ്രോഗ്രാംസുകൾ അതിനകത്ത് വരും. ആ പ്രോഗ്രാംസുകൾ പഠിക്കുമ്പോൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കണം. അതിൽ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, അങ്ങനെ ഒരു 2-3 ഹെഡിങ്ങിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അലിവേഷൻ പ്രോഗ്രാം അത് മസ്റ്റാണ്. ആ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 8 മാർക്കിന് ആണ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ വരുന്നത്. 8 മാർക്കിന് അടുത്ത പരീക്ഷയ്ക്ക് അത് ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും ആ ഷോർട്ട് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഈ ഒരു കാര്യം ഉണ്ടാവും. 8 മാർക്കിന് പഠിച്ചോളുക. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഉള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പോവർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിട്ടിക്കൽ അസസ്മെന്റ് ചോദിക്കും. ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പരിപാടികളൊന്നും തന്നെ ഇന്ത്യയിൽ വളരെ എഫക്റ്റീവായി വരുന്നില്ല. ക്രിട്ടിക്കൽ അസസ്മെന്റ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം ലാസ്റ്റ് പാർട്ട് അതാണ്. ഒരു 3-4 പോയിന്റുകൾ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ പോലുള്ള ഒരു വലിയ എക്കോണമിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അനുവദിക്കുന്ന ഫണ്ടുകൾ പര്യാപ്തമല്ല. പിന്നെ ഈ ഫണ്ടുകളിൽ ഒരുപാട് ബ്യൂറോക്രാറ്റിസം, അതായത് ഉദ്യോഗ ബന്ധങ്ങളൊക്കെ ഒരുപാട് ഈ പൈസകളൊക്കെ കറപ്ഷന്റെ ഭാഗമായിട്ടൊക്കെ മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഈ പരിപാടികൾ അതിലെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എത്തേണ്ടവരുടെ കയ്യിൽ ആ പൈസകൾ പലരും എത്തുന്നില്ല. അങ്ങനെയൊക്കെ കുറെ പോയിന്റുകൾ ലാസ്റ്റ് പറയുന്നുണ്ട് പുസ്തകം ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ്. അപ്പൊ അത് പ്രധാനമാണ്. ഓക്കെ, ചാപ്റ്ററിൽ 4 കാര്യങ്ങളൊന്നുകൂടെ പറയാം. പോവർട്ടി, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കുക. BPL, APL അത് തിരിച്ചറിയുക. കാറ്റഗറീസ് ഓഫ് പോവർട്ടി, അടുത്ത പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം, അതിന്റെ 3 ഡയമെൻഷണൽ അപ്രോച്ചുകൾ, പിന്നെ അതിന്റെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിൽ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 4 ചാപ്റ്റർ വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയും. എല്ലാ കുട്ടികളും ജോയിൻ ചെയ്തുകൊള്ളുക. ജോയിൻ ചെയ്ത് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുത്ത് എല്ലാവരും പഠിച്ചുകൊള്ളുക. ഇതൊന്നും വേറെ ഇനി കിട്ടത്തില്ല. സ്കൂളിൽ പോലും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഡിസംബറൊക്കെ ആവും സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും. അപ്പോൾ +1 പോർഷൻസ് മാത്രമേ അവർ കൂടുതൽ ശ്രദ്ധിക്കത്തുള്ളൂ. അല്ലാതെ +2 പോർഷൻ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. ബാക്കി ഇതൊന്നും പറഞ്ഞുതരാൻ കിട്ടത്തില്ല. ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ എന്തായാലും നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. ഓക്കെ, മറ്റു കുട്ടികളെയും കൂടെ അറിയിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവരും ഇതിലേക്ക്